ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വീണ്ടും ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 4 ഉള്ളി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് വഴണ്ട് വരുന്ന സമയത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയെടുത്തതും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം മതി കേട്ടോ. നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലത്തെ ഒരു 2 ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ആ 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു സൈഡ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ബ്രെഡ് ക്രംസ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മേളിൽ കുറച്ച് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ടാൽ ഇത് ഇതുപോലെ ഇങ്ങനെ പൂരി പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരിക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് മയോണീസും അതുപോലെ കെച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിന് ശേഷം ഈ ബ്രെഡ് ഉണ്ടല്ലോ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ആ ഒരു മയോണീസും സോസും കൂടി മിക്സ് ചെയ്തത് നമുക്കൊന്ന് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് എപ്പോഴും ഇത് കഴിക്കാൻ പറ്റും. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.